നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ആംബുലൻസിന് ഇപ്പൊ ഗൾഫിലുള്ളവരുടെ ലൈസൻസ് എടുത്ത് നോക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട് രാജാവിന് അവിടുത്തെ പ്രസിഡന്റ് രാജാവിനും ആംബുലൻസിനും സൈഡ് കൊടുത്തില്ലെങ്കിൽ ഇത് റദ്ദാക്കുന്നതായിരിക്കും എന്ന് ലൈസൻസിന് അടി എഴുതിയിട്ടുണ്ട്. എന്റെ ലൈസൻസ് ഉണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആംബുലൻസിന് എന്താണ് വയനാട്ടിൽ നിന്ന് വരുന്നു, ആംബുലൻസിൽ രോഗിയെ കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം കണ്ടത് ആംബുലൻസിൽ പോകുന്ന രോഗിക്ക് സൈഡ് കൊടുക്കാതെ പോയത് ഡോക്ടർ തന്നെയാണെന്നാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമുക്ക് അടിസ്ഥാനമായി മാറേണ്ടത് ഈ അപകടങ്ങൾ, നമ്മുടെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ, ഒരു ട്രാഫിക് കൾച്ചർ നമ്മൾ മനസ്സിലാക്കണം. ഒരു പാലത്തിലേക്ക് ഞാൻ പറയാറുണ്ട്, ഒരു പാലത്തിലേക്ക് 50 പേര് കയറി ഒരു ബസ്സും 2 പേര് ഒരു കാറും കയറി വന്നാൽ ആര് പുറമോട്ടെടുക്കണം എന്ന കാര്യത്തിൽ മലയാളിക്ക് തർക്കം ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇവരിൽ ആര് പുറമോട്ടെടുക്കണം? നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ്, ഈ കുഞ്ഞുങ്ങളോടുള്ള ചോദ്യമാണ്. ആര് പുറമോട്ടെടുക്കണം? 50 പേര് കയറിയ ഒരു ബസ് ഒരു പാലത്തിന്റെ പകുതി എത്തി, 2 പേര് ഒരു കാറും ആ പാലത്തിന്റെ പകുതി എത്തി. 2 പേരും ഒരുമിച്ചായിരിക്കാൻ കയറിയത്, ഒരാൾ ആദ്യം ഒരാൾ പുറകിലായി. തർക്കം അവിടെ നിൽക്കട്ടെ. ആരാണ് പുറമോട്ടെടുത്ത് കൊടുക്കേണ്ട ആൾ? പുറമക്കളെ കാറുകാരനാണ് പുറം. എന്തുകൊണ്ടാണ്? 50 യാത്രക്കാരിരിക്കുന്ന ഒരു വാഹനം, ഹെവി വെഹിക്കിളാണ്, അത് റിവേഴ്സ് എടുക്കുന്നതിനേക്കാൾ 50 പേർക്ക് അസൗകര്യം ഉണ്ടാക്കുന്നതിനേക്കാൾ അന്തസ് 2 പേരായ നമ്മൾ പുറമോട്ട് മാറിക്കൊടുത്ത് 50 പേരെ വഴി നടക്കാൻ വിടുന്നതാണ് ഒരു അന്തസ്, ഒരു സംസ്കാരം. അതാണ് ട്രാഫിക് സംസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിലുള്ള സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. ഈ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ചിനെ കുറിച്ച് ഞാനിപ്പോൾ കാപ്പനോട് സംസാരിക്കും. ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ച് എവിടെ ഇരിക്കുന്നു നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ ഡ്രൈവിംഗ് പഠിച്ച് ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ നേരെ കുട്ടിയെടുത്ത് ഡ്രൈവിംഗ് ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ച് എവിടെയാണെന്ന് കാണിക്കാം. ഈ കാറുകളിൽ ഇരിക്കുന്ന ഡിമ്മും ബ്രൈറ്റിന്റെ സ്വിച്ച് എവിടെയാണെന്ന് ആരും നോക്കാറില്ല. ഒരു സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് അറിയാതെ കൈതട്ടിയങ്ങാണ് ഡിമ്മ് വീഴുന്നതല്ല. പണ്ടങ്ങനെയല്ല, കാലിൽ ചവിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അംബാസഡർ കാറിലെ. എല്ലാ വണ്ടികളിലും ഡിമ്മും ബ്രൈറ്റും അടിക്കാൻ ആരാണത് കണ്ട്? എത്ര പേർക്ക് അതറിയാം? ആ സ്വിച്ച് നിങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരടക്കം നിങ്ങളൊരു ട്രയൽ നടത്തി നോക്കും. ഇതിൽ ഈ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന സ്വിച്ച് എവിടെ? നിങ്ങൾ ക്യാമറയും കൊണ്ട് വന്ന് ചോദിച്ചു നോക്കാം. വണ്ടി ഓടിച്ചു വരുന്ന ആളെ കൈയാണ് ചേർത്തിട്ട് ഈ ഡിമ്മും ബ്രൈറ്റും അടിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു 60% ആളുകൾ അറിഞ്ഞൂടാന്ന് പറയും. അറിഞ്ഞൂടാ. ഡിമ്മും ബ്രൈറ്റും അടിക്കുന്ന നമ്മുടെ ജോലിയല്ല. ഞാൻ എന്നിട്ട് അവസാനം ഈ അടുത്ത കാലത്ത് ഒരു പരീക്ഷണം നടത്തി. ബസ്സിലെല്ലാം ഡിമ്മും ബ്രൈറ്റും, KSRTC ബസ്സുകളിൽ ഡിമ്മും ബ്രൈറ്റും ഓട്ടോമാറ്റിക് ഡിം അടിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. ഈ സ്കാനിയ പോലുള്ള ബസ്സുകളൊക്കെ ബിൽറ്റ് ചെയ്ത് വരുന്നുണ്ട്, കാറുകളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു കൊണ്ടുവന്നപ്പം ഉള്ള പ്രശ്നം വെച്ചാൽ ഈ സ്ട്രീറ്റ് ലൈറ്റ് പലയിടത്തേ ഉള്ളൂ. അതടിച്ചു കഴിഞ്ഞാൽ ഇത് കളഞ്ഞു, ഡിമ്മായി കളയും. അപ്പം അത് ഈ ലൈറ്റ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ അതിന്റെ സെൻസറിന് കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അത്തരത്തിൽ പരിഷ്കാരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും KSRTC അത് നടപ്പിൽ വരുത്തും. കാരണം ഡിം അടിച്ചു കൊടുക്കുന്ന, ഓട്ടോമാറ്റിക്കായി ഡിം അടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയാൽ കുറച്ചൊക്കെ നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഒരു ഉപകരണം നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെ പറ്റിയ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള, വളരെ അംഗീകൃതമായിട്ടുള്ള, തെളിയിക്കപ്പെട്ട ഒരു സെൻസർ ടെക്നോളജി നമുക്ക് മാർക്കറ്റിൽ, എക്സ്പെൻസീവ് അല്ലാത്തൊരു ടെക്നോളജി, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചു വയ്ക്കാൻ പറ്റത്തില്ല.